ലങ്കാവിലെ രണ്ടാം ദിവസം നാസിക് ലെമാക്ക് എന്ന ബ്രേക്ക്ഫാസ്റ്റോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ റൈസ് വിത്ത് സമ്പൽ എന്നൊക്കെ കണ്ടപ്പോൾ ചോറ് സാമ്പാറുമായിരിക്കും എന്നും പറഞ്ഞ് ഓർഡർ ചെയ്ത് ഞാനിപ്പോൾ ആരായി. ഉണക്കമരോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലെങ്കിലും ഇതൊന്നാന്തരം നല്ല ദുരന്തമായിപ്പോയി. തൊട്ടപ്പുറത്തെ നിർത്ത് കഴിക്കടാ എന്ന ഡയലോഗ് ഓർത്തപ്പോൾ പിന്നെ കൂടുതൽ ചിന്തിക്കാതെ ഈ കണ്ണ ബ്രെഡും മുട്ടയും ഞാൻ അകത്താക്കി. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഗ്രാബും ബുക്ക് ചെയ്ത് നമ്മൾ മാംഗ്രോ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ഡേ ഞങ്ങൾ ഫുള്ള് വെള്ളത്തിലായിരുന്നു. വെള്ളത്തിലാണെന്ന് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കില്ലേ, ബോട്ടിലും ക്രൂയിസിലും ഒക്കെ ആയിട്ട് കൂടുതൽ സമയം വെള്ളത്തിലാണെന്നാണ് കവി ഉദ്ദേശിച്ചത്. ഈ ഒരു ബോട്ട് റൈഡ് നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും ഡ്രൈവർ മാത്രമേ ഈ ഒരു റൈഡിൽ ഉണ്ടായുള്ളൂ. ബാക്കി ടൂറിസ്റ്റൊക്കെ ഇതുപോലെ ഓരോ ബോട്ടിലായിട്ട് ഞങ്ങളുടെ പുറകെ വരുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന പരുന്തുകൾക്കും ലങ്കാവിക്കും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ലങ്കാവി എന്ന് പറഞ്ഞ പേര് വരാൻ തന്നെ കാരണം ഈ പരുന്തുകളാണെന്നാണ് സ്റ്റോറി. നമ്മുടെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കാനൊക്കെ ആയിട്ട് കുറെ കുരുത്തം കെട്ട കുരങ്ങന്മാർ ഇവിടെ ചാടി കളിച്ച് നടക്കണ്ടായിരുന്നു. ഞങ്ങളുടെ പുറകെ കാണുന്നത് ഒരു വലിയ കേവാണ്. ചരിത്രപരമായിട്ടുള്ള ഏതോ വലിയ കേവാണെന്ന് കരുതി ഉള്ളി കയറിയപ്പോൾ കണ്ടതാണിത്. ഈ വവ്വാലുകളുടെ മൂത്രമടക്കണ കേവൊക്കെ ഞങ്ങളെ എന്തിനാ കാണിച്ചെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വീണ്ടും കുറേ നേരം പോയപ്പോൾ ഡ്രൈവർ ചേട്ടൻ ദൂരെ ഒരു സ്ഥലം കാണിച്ച് ആ കാണുന്നതാണ് തായ്ലൻഡ് എന്ന് പറഞ്ഞു തന്നു. മാപ്പ് നോക്കുമ്പോൾ തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂരൊക്കെ അടുത്തടുത്താണെങ്കിലും ഈ പറഞ്ഞതിൽ എത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ ഇതുപോലെ കുറേ മീനുകളെ വളർത്തുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഫുഡ് കോർണറും ഉണ്ടായിരുന്നു. അവിടെ കയറി ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും സീ ഫുഡ് ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു. ഇതാണ് വന്ന ഐറ്റം. ചിക്കൻ ഫ്രൈ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ടും റൈസ് വേറെയുമായിട്ടാണ് വന്നത്. പിന്നെ ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് ഉണക്കമീൻ ഇട്ടൊരു സൂപ്പും ഉണ്ടായിരുന്നു. ഇവിടെ വന്ന പ്രോൺസ് ഒക്കെ തൊലി പൊളിച്ച് കിട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. അങ്ങനെ ബോട്ട് യാത്ര ഇവിടെ അവസാനിപ്പിച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ പോയത് ഏതോ ഒരു ടവർ കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഉള്ളി കയറാൻ പറ്റാണ്ട് ചമ്മി വരുന്ന വരവാണിത്. പിന്നെ 1-2 മണിക്കൂർ നമ്മൾ റോഡിൽ കൂടെ തേരാപാര നടന്നാണ് ക്രൂയിസിൽ സൺസെറ്റ് കാണാൻ പോണത്. ലങ്കാവി ടൂറിസ്റ്റിൻ്റെ ഒക്കെ മെയിൻ സ്പോട്ട് ആണെങ്കിലും ഇവിടെ ഒക്കെ ഭയങ്കര ക്ലീൻ ആണ്. എല്ലാം നല്ല വൃത്തിയാണ് ഇവിടെയൊക്കെ. നടന്ന് ക്ഷണിച്ചപ്പോൾ എല്ലാവരും ഓരോ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചു. പൊരിഞ്ഞ നേരത്താണ് നമ്മൾ ഈഗിൾ സ്ക്വയറിൽ എത്തിയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ക്രൂയിസിൽ കയറാൻ പോയി. ക്രൂയിസ് കയറണയ്ക്ക് മുമ്പ് ചിക്കൻ്റെ ഒരു അടിപൊളി ഐറ്റം ഇതുപോലെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ലങ്കാവിൽ വന്നിട്ട് കഴിക്കുന്ന ഫുഡിലൊക്കെയും അതിപ്പോൾ ചിക്കൻ ആയാൽ പോലും ഉണക്കമീൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നേരത്തെ കഴിച്ച ചിക്കനിൽ അതുണ്ടായിരുന്നില്ല. ഈ ഒരു ക്രൂയിസ് റൈഡിൽ ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഫുഡ് എന്നും പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചു. ഈവനിങ് ഒരു 6:30 ഒക്കെ ആയപ്പോൾ ക്രൂയിസിൽ നിന്ന് തന്നെ അവർ ഫുഡും തന്നു. ഇതാണ് അവരുടെ ഫുഡ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ സൺസെറ്റിൻ്റെ സമയമായി. ഇവിടെ ഈവനിങ് ഒരു 7:30 ഒക്കെ ആകുമ്പോഴാണ് സൺസെറ്റ് കാണാൻ പറ്റുന്നത്. സൺസെറ്റ് ഒക്കെ കണ്ട് ഹാപ്പിയായി നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രാബ് ഡ്രൈവർ സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ കണ്ടപ്പോൾ തന്നെ ഇന്ത്യൻ സോങ്സ് ഒക്കെ അവിടെ പുള്ളിക്കാരൻ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ തമിഴന്മാരാണെന്ന് വിചാരിച്ച് വണക്കം എന്നൊക്കെ ആൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന നൂഡിൽസും ബർഗറും ഒക്കെയാണ് നമ്മൾ കഴിച്ചത്. കൂടുതൽ വെറൈറ്റിക്കൊന്നും നമ്മൾ പോകാൻ നിന്നില്ല. വെറൈറ്റികളിലേക്ക് പോവാതിരിക്കുന്നതാണ് നമുക്ക് നല്ലതെന്ന് നമുക്ക് ആദ്യം മുതലേ തോന്നിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ തിരിച്ചെത്തി. അടുത്തുള്ള മാളിലൊക്കെ പോയിട്ട് പിന്നെ കുറച്ചു നേരം പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് റൂമിൽ പോയി കിടന്നുറങ്ങി.